ഞാൻ കായംകുളത്തു നിന്നുള്ള ഒരു പഴയ MLA-യുടെ മകളാണ്. അതുകൊണ്ട് തന്നെ VS-ഉമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളെപ്പോലെയൊക്കെ ഉള്ള ഒരു അടുപ്പമാണ്. ഞങ്ങളുടെ അച്ഛനോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതാണ്. 48-ലെ MLA ആയിരുന്നു എൻ്റെ പിതാവ്, കുട്ടപ്പൻ കോയിക്കൽ. അദ്ദേഹത്തിൻ്റെ ചേർന്നുള്ള പാർട്ടി പ്രവർത്തനം പിന്നീട് PS-നെ പോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു എൻ്റെ പിതാവും. മരണത്തിനും അദ്ദേഹം, എൻ്റെ പിതാവ് 90-ൽ മരിച്ചു, അന്നും PS വന്നിരുന്നു. അതിനുശേഷം പൗരസമിതിയുടെ നേതൃത്വത്തിൽ കായംകുളത്തൊരു വിജ്ഞാനപോഷിണി വായനശാല അത് ഉദ്ഘാടനം ചെയ്തതും PS ആയിരുന്നു. എല്ലാ കാര്യങ്ങളും PS ഉണ്ടായിരുന്നു. വീട്ടിലെ ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു പിതാവിനെ പോലെ ആണ് PS ഞങ്ങൾക്ക്. PS-ൻ്റെ കടുത്ത ആരാധകരാണ്. ഇപ്പോഴും നമുക്ക് പ്രായം ആയവരും വളരെ സ്നേഹവും പുറത്തും നമുക്ക് പുള്ളിയോട് മാത്രമേ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ തിരുവല്ലക്കാരാണ്. PS എന്ന് പറഞ്ഞാൽ ആരാധന മാത്രം. PS ഞങ്ങൾക്ക് ഒരു ആവേശവും, ഈ പാർട്ടി പ്രവർത്തിക്കാൻ ഒരു ആവേശവും എല്ലാം കൂടെ PS. ഒരിക്കലും അദ്ദേഹത്തിനെ എന്താ മരണം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. PS എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ PS-നെ പോലുള്ള ആളുടെ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ പാർട്ടിയിലേക്ക് ഉണ്ടായത്, പ്രചോദനം ഉണ്ടായത് തന്നെ നമ്മൾ PS-ലെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ്. അടുത്ത് ഒരുപാട് പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ വരുമ്പോൾ സ്ഥലത്തുമെല്ലാം പോയി കാണാറുണ്ട്. അടുത്ത പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ പോകാറുണ്ട്. അടുത്ത പ്രദേശങ്ങളിൽ ഇവിടെ തിരുവല്ല, മാവേലിക്കര, ആലപ്പുഴ അവിടെയൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാം സ്ഥിരം. എത്ര മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു? ഞങ്ങൾ ഇന്നലെ 10 മണിക്ക് പുറപ്പെട്ടു. 10 ഞങ്ങൾ ട്രെയിനാണ് വന്നത്. ട്രെയിനാണ് കാത്തിരുന്നു. ഇനിയിപ്പോഴാണ് പോകുന്നത്? ഞങ്ങൾ ഈ ബോഡിയുടെ കൂടെ ആലപ്പുഴയ്ക്ക് പോകാനാണ്. ആലപ്പുഴയ്ക്ക് ഒപ്പം തന്നെ ഉണ്ടാവും. കേട്ടല്ലോ വിനീത, VS-ൻ്റെ ഒരു ആരാധകനാണ്. VS ഇവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കും, VS-നെ കാണും, അങ്ങനെ എത്തിയ ആളുകളാണ്. മറ്റും ആളുകളൊക്കെ തന്നെ VS-ൻ്റെ ഓർമ്മകൾ, VS-നെ എങ്ങനെയാണ് ചേട്ടാ VS-നെ ഒന്ന്? VS സാധാരണ മനുഷ്യരുടെ പോരാട്ടങ്ങളുടെ ഏറ്റവും ആവേശകരമായ പ്രതീകമാണ് VS. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ മാള. അവിടെ നിന്ന് വന്ന? അതെ, ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് അവിടെ നിന്ന് പോകുന്നതാണ്. ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട്, പാർട്ടി സഖാക്കളാണ്. VS-ൻ്റെ മരണം സാധാരണ നമുക്ക് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വാർദ്ധക്യ സഹജമായ അസുഖം മൂലം VS ഇങ്ങനെ അവസ്ഥയിലാണെന്ന് അറിയാമെങ്കിലും അത് മരണം ഉൾക്കൊള്ളാൻ കേരളത്തിലെ സഖാക്കൾക്ക്, സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ല. ഇനി ഇങ്ങനൊരു സഖാവ് ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു ആശങ്കയാണ്. എന്താ പറയുക, സാധാരണ മറ്റുള്ള ആളുകൾ ഒരു തരത്തിലും എടുക്കാത്ത ജനകീയനായ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ VS തയ്യാറായിരുന്നു. അതാണ് സാധാരണ മനുഷ്യർ. അടുത്ത അനുഭവം വല്ലതും ഉണ്ടോ VS-ഉമായി എടുത്തു പറയത്തക്ക? തൃശ്ശൂർ മാളയിൽ നിങ്ങളും? അല്ല, ഞങ്ങൾ പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ്. പക്ഷേ VS എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക്, അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയമില്ലാത്ത ആളുകൾക്ക് വരെ വലിയൊരു ആവേശമാണ്. അങ്ങനെ VS-നെ പോലുള്ള ഒരു വലിയ തലമുറ നേതാവിൻ്റെ അടുത്ത് നേരിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ആളുടെ ഓർമ്മകൾ തന്നെ ഞങ്ങൾക്ക് വലിയ ആവേശം പകരുന്നതാണ്.